എത്രയും മന്ദിരായ കുറച്ച് പച്ചന്മാരെ ബഹുമാനപ്പെട്ട ഇലാസച്ചൻ, ബഹുമാനപ്പെട്ട ശമാശൻ, ഇന്ന് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, this evening is like a Thanksgiving for us as we celebrate the festival of Saint Ignatius, our patron saint. It's our responsibility to give thanks to our Lord for giving us one more year as a parish, as a bigger family, to receive blessings through His intercession, and also for all the good things that we have received last year spiritually through the fellowship and companionship of all our parish members and families and our friends. And I know, as I mentioned, this is not a time for a preaching or a sermon, so I don't want to get into that. But just as we celebrate the anniversary of all the spiritual organizations, this is a good occasion to remember our patron saint and to know about his life and sacrifice and his faith, through which we are all benefited all these years. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവകയുടെ ഭക്തസംഘടനയുടെ വാർഷികം എന്ന നിലയിൽ ഇടവകയ്ക്ക് ശക്തി നൽകുന്ന ഒരു വിഭാഗമാണ് ഓരോ പോഷക സംഘടനയും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് പോഷക സംഘടന വിളിക്കുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം ഏകദേശം ശരിയാണ്. അതായത് മെയിൻ സംഘടനയ്ക്ക് പോഷകങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ വൈറ്റമിനായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ശക്തി നൽകുന്ന കഴിവ്, അല്ലെങ്കിൽ അതിന് സ്ട്രെങ്തൻ ചെയ്യുന്നതായ ഘടകങ്ങളാണ്, ചെറിയ യൂണിറ്റുകളാണ് ഈ പോഷക സംഘടനകൾ എന്ന് പറയുന്നത്. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ സ്ട്രക്ചറിന് ഹെൽപ്പ് ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഓരോ ഭക്തസംഘടനയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഇൻഫൻസി സ്റ്റേജിൽ നമ്മൾ തുടങ്ങുന്നതായ സൺഡേ സ്കൂൾ. എല്ലാവർക്കും അറിയാം, എല്ലാ പാരൻസിൻ്റെയും, ഞാൻ പൊതുവെ മദ്രാസിലെ എവിടെ പോയാലും അവരുടെ പള്ളിയിൽ വരണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സദസ്സിൽ വിടണം. അവർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം വേണം. അപ്പോൾ അതുകൊണ്ട് we know that Sunday school is the main focus of all our families, especially all parents. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം നമ്മുടെ ഭദ്രാസനത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് എടുക്കുകയും അതിൻ്റെതായ രീതിയിൽ തന്നെ ആവശ്യമായ ടീച്ചേഴ്സ് ട്രെയിനിങ്, കുട്ടികൾക്ക് ആവശ്യമായ സിലബസ്, പുതിയ റിവൈസ്ഡ് സിലബസ്, ഇതൊക്കെയും നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി അതിനുവേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് there is a committee so working on the revision of the curriculum of our Sunday school. അപ്പോൾ കാരണം അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് ലഭിച്ചതായ അടിസ്ഥാന ആത്മീയ വിദ്യാഭ്യാസം, അത്യാധുനിക വിദ്യാഭ്യാസം കൂടുതൽ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സൺഡേ സ്കൂളിനെ കെട്ടിപ്പടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി നാട്ടിലെ ഒരു വ്യക്തമായ ഘടനയും ഒക്കെ ഉള്ളത് സൺഡേ സ്കൂളുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് വളരാനുള്ള അവസരങ്ങൾ വേറെയുമുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള അവസരങ്ങൾ, എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക, മെഡിക്കൽ ഭാഷ പറയുന്നത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. കിട്ടുന്ന സമയത്ത് കൂടുതൽ കൊടുക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും. ഒരു കുഞ്ഞ് 10ാം ക്ലാസ് കടന്നു പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സുറിയാനി സഭയുടെ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും how to be a responsible citizen in our country, and also how to be a responsible Christian in the church. അതിന് എന്താ പറയുക, സഹായിക്കുന്ന രീതിയിലുള്ളതായ വിദ്യാഭ്യാസമാണ് സൺഡേ സ്കൂളിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷനിലേക്ക് വന്നാലും MGSOSA ഉണ്ട്, MGSOY യങ് അഡൾട്ട്സിന്റെ ഫോറം ഉണ്ട്, സെന്റ് പോൾസ് ഉണ്ട്, സെന്റ് മേരീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഭാഗത്ത് നിന്നുകൊണ്ട് ഇൻഡിവിജ്വലൈസ് ചെയ്തുകൊണ്ട് ഹോമോജിനസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നാം ഫോം ചെയ്ത് അതിൽ തന്നെ കൂടുതൽ
സ്പിരിച്വലായിട്ട് നറിഷ്മെന്റ് കൊടുക്കാനുള്ള അവസരങ്ങളുണ്ടാക്കി. അതിനെല്ലാത്തിനെയും ആകെ തുകയാണ് ഒരു പാരിഷ് ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോഷക സംഘടന എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഭക്തസംഘടന എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതായത് ഒരു ഇടവകയ്ക്ക് പോഷകം നൽകേണ്ടത്, ഇടവക ചർച്ച് പാരിഷ് ലൈഫിന് പോഷകം നൽകേണ്ടത്, ശക്തി നൽകേണ്ടത് ഈ സംഘടനകളാണ്. അതുകൊണ്ട് ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ വളർച്ച, അതിൻ്റെ പുരോഗതി ഒക്കെയും ഇടവക വികാരിയും കമ്മിറ്റി അംഗങ്ങളും വിലയിരുത്തേണ്ടതാണ് ഓരോ വർഷവും എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ ആനിവേഴ്സറി നടക്കുന്നതായ സമയത്ത് എൻ്റെതായ എല്ലാ ആശംസകളും നേരുന്നു. ഓരോ സംഘടനയിലും, ഓരോ ഭക്തസംഘടനയിലും അതിൽ പ്രവർത്തിക്കുന്നതായ വ്യക്തികൾ, പ്രത്യേകിച്ച് അതിൻ്റെ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്നവർ, അവർ അനേകം സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നവരാണ്, അവരുടെ ടാലന്റിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ഇതൊക്കെയും സഭയിലൂടെ ദൈവരാജ്യ കെട്ടിപ്പടുക്കലിന്, for the creation of the formation of the kingdom of God, അതിലേക്കാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ചെറുതാണെങ്കിൽ പോലുമുള്ളതായ സേവനങ്ങൾ നിഷ്ഫലമല്ല. അതിനൊക്കെ ഈ പ്രതിഫലം ദൈവം നൽകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ വാർഷികം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ദൈവം നമുക്ക് നൽകിയതായ ടാലന്റുകൾ, കഴിവുകൾ, അത് ദൈവനാമ മഹത്വത്തിനായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന്റെ പെരുന്നാളോടനുബന്ധിച്ച് ഇത് ഷെയർ ചെയ്യുവാനായിട്ട്, പങ്കിടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേർന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.